സാധകർക്കുണ്ടാകുന്ന ആന്തരിക ഭയം എങ്ങനെ മാറ്റാം? അവിടെ ദ്വൈത ഭാവം നിലനിൽക്കുന്ന കാലത്തോളം ഭയം ഉണ്ടാവും. എത്ര കാലം വരെ തന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുണ്ട് എന്ന സങ്കല്പം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം ഭയസാധ്യതയുണ്ട്. അത് അധ്യാത്മ സാധകനെന്നോ അല്ലാത്തവനെന്നോ വ്യത്യാസം ഇല്ല, എല്ലാവർക്കും ഭയസാധ്യതയുണ്ട്. ആ ഭയം പല പല ഭാവങ്ങളിൽ സ്ഫുരിക്കുമെന്ന് മാത്രം. എന്നിരിക്കെ സാധകർക്കുണ്ടാകുന്ന ആന്തരിക ഭയം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും ഭയസാധ്യതയുണ്ട്. ആ ഭയം വിചാരം കൊണ്ട്, സാധനകളെ കൊണ്ട്, ജപാതി സാധനകളെ കൊണ്ട്, സർവോപരി വിചാരത്തെ കൊണ്ട്, മന്ത്രോപാസനകളെ കൊണ്ടൊക്കെ തന്നെ നിയമിക്കാൻ സാധിക്കും. ഒരു പരിധി വരെ തൻ്റെ ആന്തരികമായ കരുത്ത്, ബലം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉപായം. ഭയമില്ലാതാകുന്നത് തത്വവിജ്ഞാന ദശയിൽ മാത്രമാണ്. തത്വവിജ്ഞാനിയെ സംബന്ധിച്ച് ഭയമില്ല. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കുതശ്ചന. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കദാചന. ഇങ്ങനെ വേദം പ്രഖ്യാപിക്കും. ബ്രഹ്മാനന്ദത്തെ സാക്ഷാത്കരിച്ചവൻ ഒന്നിൽ നിന്നും ഭയപ്പെടുന്നില്ല, ഒരിക്കലും ഭയപ്പെടുന്നില്ല. അഭയമാണ് ഉപനിഷത്ത് പരമാവധി ഉപദേശിക്കുന്നത്, ഭയമില്ലായ്മ. അപ്പോൾ തത്വവിജ്ഞാനത്തിലാണ് ഭയമില്ലാതാകുന്നത്. അതുവരെ ഭയസാധ്യത ഉണ്ട് ആർക്കായാലും. അവിടെ പ്രത്യേകിച്ച് സാധകർ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. അത് വിചാരം കൊണ്ട്, സാധനകളെ കൊണ്ട് ഒക്കെ ക്രമീകരിക്കുക, അതേ സാധിക്കും.